വിവാദങ്ങൾക്കൊടുവിൽ പന്തളം നഗരസഭ ബി.ജെ.പി. നിലനിർത്തി ചെയർമാനായി അച്ചൻകുഞ്ഞ് ജോൺ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടഞ്ഞു നിൽക്കുന്ന 3 ബി.ജെ.പി. കൗൺസിലർമാരും അച്ചൻകുഞ്ഞ് ജോണിന് വോട്ട് ചെയ്തു. വിവരങ്ങളുമായി ഡി ബിനോയിയാണ് ചേരുന്നത്. ബിനോയി, ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ ചുമതലയിലാണ് പന്തളം നഗരസഭ. അവിടെ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഭരിച്ചത്? തീർച്ചയായും കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് അവിടെ അവിശ്വാസ പ്രമേയത്തിന് വിമതരടങ്ങുന്ന സംഘം നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിനെ തുടർന്ന് ബി.ജെ.പിയുടെ അധ്യക്ഷനായി അന്ന് രാജിവെക്കുകയും പിന്നീട് മറ്റു ചർച്ചകൾ ബി.ജെ.പി. നടത്തിയെങ്കിലും കാര്യമായ ഫലപ്രാപ്തി ഉണ്ടായില്ല. വീണ്ടും കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കന്മാര് പന്തളത്തെത്തി 2 ദിവസമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഏകദേശം സമവായത്തിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർമാരുടെ നിരയിലുള്ള മുതിർന്ന നേതാവായ അച്ചൻകുഞ്ഞ് ജോണിനെ മത്സരിപ്പിക്കുകയും അച്ചൻകുഞ്ഞ് ജോണിന് 19, അതായത് 32 കൗൺസിലർമാർ ഉള്ളതിൽ 19 കൗൺസിലർമാരുടെ പിന്തുണ അച്ചൻകുഞ്ഞ് ജോണിന് കിട്ടി. 18 വോട്ടുകൾ ബി.ജെ.പിയുടേതും 1 സ്വതന്ത്രന്റേതുമാണ്. എന്നാൽ നേരത്തെ ബി.ജെ.പിയിൽ നിന്നും ഇടഞ്ഞു നിന്ന അല്ലെങ്കിൽ ആദ്യമായി ഇടഞ്ഞു മാറിപ്പോയ അംഗത്തിന്റെ വോട്ട് ലഭ്യമായില്ല. അതേസമയം അവിശ്വാസ പ്രമേയത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചകളിൽ യു.ഡി.എഫ് ഭാഗത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസ് ജെ അംഗം പ്രസംഗിച്ചത് വലിയ തരത്തിൽ യു.ഡി.എഫിലും ചില അലോസരങ്ങൾക്ക് അല്ലെങ്കിൽ ചില ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. എന്തായാലും ബി.ജെ.പിക്ക് വലിയ ആശ്വാസകരമായ ഒരു നേട്ടം തന്നെയാണ് പന്തളം നഗരസഭ നിലനിർത്താൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ നാമമാത്രമായ പ്രദേശങ്ങൾ മാത്രമാണ്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ബി.ജെ.പിക്ക് ഭരണമുള്ളത്. അതും വലിയ തരത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പന്തളത്ത് ഉയർന്നു വന്നിരുന്ന അസ്വാരസ്യങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷ ബി.ജെ.പി. നേതാക്കന്മാർക്കുണ്ട്. നേരത്തെ തന്നെ ഇതിനകത്ത് ഗ്രൂപ്പ് തിരിഞ്ഞായിരുന്നു ചെയർമാനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചത്. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ ഇന്നലെ നടത്തിയ സമവായ ചർച്ചയുടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഇന്ന് ബി.ജെ.പി. കൗൺസിലർമാരെ എല്ലാം തന്നെ ചർച്ചകൾക്കൊടുവിൽ ബി.ജെ.പി. ജില്ലാ ഓഫീസിൽ നിന്നും ഒരു പ്രത്യേക വാഹനത്തിലാണ് തെരഞ്ഞെടുപ്പിനാണ് വേണ്ടി എത്തിച്ചിരിക്കുന്നത്. തുടർന്ന ദിവസങ്ങളിൽ നല്ല തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് അച്ചൻകുഞ്ഞ് ജോൺ ചെയർമാനായി തെരഞ്ഞെടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ലിപീഷ്, പന്തളം നഗരസഭ ബി.ജെ.പി. നിലനിർത്തിയിരിക്കുകയാണ്. ഭിന്നതകൾ പരിഹരിച്ച് അവിടെ ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. വിവരങ്ങളാണ് ഡി ബിനോയ് നൽകിയത്.